പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റിലെ ഒരു പൊട്ടറ്റോ കറി റെഡിയാക്കാം കേട്ടോ. മെയിൻ ആയിട്ട് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി അങ്ങനെ എല്ലാ കടികൾക്കൊപ്പവും നമുക്ക് ഈ കറി കൂട്ടാട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചോറിന് വേണമെങ്കിലും ഈ കറി കൂട്ടാട്ടോ. കറി വെക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോയാണ്. തൊണ്ട് കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. ഇതിനെ കുക്കറിലാട്ടോ വേവിച്ചെടുക്കുന്നത്. എല്ലാവരും കൂടി കുക്കറിലേക്ക് ഇട്ട് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടും. കുക്കറിൽ തന്നെ ഇടണമെന്നില്ല, വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെക്കാന്നുണ്ടെങ്കിലും ഒരു 5-6 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ വെന്ത് കിട്ടും കേട്ടോ. പൊട്ടറ്റോയുടെ ഒപ്പം ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നല്ല എരിവുള്ളതായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. തീരെ എരിവില്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി 1 ഇഞ്ച് ഇഞ്ചിയാണ് ചതച്ചത് ഇട്ട് കൊടുക്കാം. സവാളയും നമ്മൾ ഇതിലേക്ക് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് അതുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതിയുള്ളൂ കേട്ടോ. ഒരുപാട് തക്കാളിയൊന്നും ഇതിലേക്ക് വേണ്ട. ഇനി ഇതുപോലെയുള്ള എല്ലാ റെസിപ്പീസിലും മെയിൻ ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഒരു ഇതളങ്ങ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കപ്പിന് മുകളിലായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിൽ പൊട്ടറ്റോ വെള്ളത്തോട് നിരപ്പായിട്ട് കിടക്കണം. ഈ ഒരു ഭാഗത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ എടുത്തത് കംപ്ലീറ്റ് ഇട്ടെടുത്തില്ലായിരുന്നു. ഇപ്പൊ കുറഞ്ഞു പോയാലും പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം കേട്ടോ. പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെ 2-3 പേരൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കറി ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കറി അധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് 3 കറിയാമ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. 2 ഏലക്ക, 1 ഇഞ്ച് പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തീരെ കനം കുറഞ്ഞ നൈസ് ആയിട്ടുള്ള പട്ടയാണ്, അതുകൊണ്ട് ഇച്ചിരി അധികം എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങളുടെ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 1 ഇതള് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. കളർ മാറി വരുന്ന വരെ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിനുശേഷം തീ കുറച്ചിട്ട് വയറ്റിയെടുക്കുക. കളർ മാറി വരുമ്പോൾ തന്നെ തീ കുറച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ തേങ്ങ കംപ്ലീറ്റ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ ഇട്ടെടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി 1/2 ടീസ്പൂൺ ഇട്ടെടുക്കാം കേട്ടോ. നല്ലൊരു കളറൊക്കെ കിട്ടാൻ അത് നല്ലതാണ്. എന്റെ ഇപ്പൊ ഇല്ല, തീർന്നിരിക്കുക കേട്ടോ, അതുകൊണ്ട് ഇടുന്നില്ല. പൊടികളൊന്നും കരിയാതെ എടുക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നല്ലോണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ വറുത്തത് ഇട്ടെടുക്കാം. ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഷി പോലെ അരിഞ്ഞു കിട്ടും കേട്ടോ. തേങ്ങ അരച്ച് അവിടെ മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ പൊട്ടറ്റോയും വെന്തിരിപ്പുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ കറി താളിച്ചെടുക്കാനാണ്. കടുകിട്ട് വേണമെങ്കിലും താളിക്കാം. ഞാനിവിടെ ഉള്ളി അരിഞ്ഞാണ് താളിക്കുന്നത്, അതാട്ടോ കൂടുതൽ ടേസ്റ്റ്. 2-3 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. 1 ഇതള് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആണോ കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അല്ലെങ്കിൽ കറിയിൽ പൊങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകമായാലാണ് നമ്മൾ കറി താളിക്കാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അരച്ചതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തതാണ് മിക്സിയുടെ ജാറിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട്. തേങ്ങ അരച്ചത് വെച്ചെടുത്ത് അപ്പൊ തന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെച്ചതും ഇട്ടെടുക്കാം. ഇനി ഇതിൽ ഉപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച ശേഷം ഉപ്പ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ കറി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചായിരുന്നു. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചോറിനാണെങ്കിലും കടികൾക്കൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി കേട്ടോ. അത് അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങി ഇടാം, കലക്കി മൊയ്ക്കാം കേട്ടോ. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് താളിച്ച് തിളക്കൂലോ, ആ ഒരു സമയത്ത് മുട്ട പൊട്ടിച്ചിലേക്കിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.